ചാക്കോച്ചൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. ബേസിക്കലി ഒരു ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് ചാക്കോച്ചനെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറേ കൂടി ഈസിയാണ്. ഒരു കണ്ടൻറ്റ് പറഞ്ഞു കൊടുക്കാൻ, ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് അതിനൊരു കമ്മ്യൂണിക്കേഷൻ ഒരുപാട് സമയമെടുക്കാറില്ല. ചാക്കോച്ചൻ എൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റുമായി എടുക്കേണ്ടുന്ന കമ്മ്യൂണിക്കേഷന്, ഒരു ആർട്ടിസ്റ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം വളരെ കുറച്ച് മതി എന്നതുകൊണ്ട് എനിക്ക് ആ സമയം മറ്റു കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ആ ആംഗിളിൽ എനിക്ക് ചാക്കോച്ചൻ കുറേ കൂടെ കംഫർട്ടാണ്. കാരണം ഞാൻ കുറച്ച് പറഞ്ഞാൽ മതി, എനിക്ക് അത്രയും ശ്രദ്ധ എനിക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. വിശുദ്ധൻ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സിനിമയാണ്. അത് എൻ്റെ മാത്രം സിനിമയാണ്, എൻ്റെ മാത്രം ആസ്വാദനമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അത്തരം സിനിമകൾ ചെയ്യുമ്പോൾ അതിൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല. അതിന് പ്രാപ്തനായിട്ടുള്ള, അതിന് മനസ്സുള്ളൊരു നിർമ്മാതാവിന് വേണ്ടി മാത്രമേ അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. വിശുദ്ധൻ പോലും എൻ്റെ ആവശ്യമായിരുന്നില്ല. ആൻഡ്രോ ജോസഫ് എന്ന് പറയുന്ന നിർമ്മാതാവാണ് ആ ചിത്രം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അദ്ദേഹത്തിന് അതിൻ്റെ കഥ, കണ്ടൻറ്റ് കേട്ടപ്പോൾ, അതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ, നിങ്ങളിത് ചെയ്ത് ഞാൻ കാണണം, നിങ്ങൾ എന്നും ഒരേ തരത്തിലുള്ള സിനിമയല്ല ചെയ്യണം, എനിക്കിത് ചെയ്ത് കാണണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അതിനകത്ത്. അതൊരു സൗഹൃദത്തിൻ്റെയാണ്. അത്തരത്തിലുള്ള സൗഹൃദമുള്ള പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി വിജയപരാജയങ്ങൾ ആലോചിക്കാതെ തിയേറ്റർ എന്ന് പറയുന്ന ടാർഗറ്റിൽ നിന്നും മാറി കുറേ കൂടെ പേഴ്സണലൈസ്ഡ് ആയിട്ട്, തിയേറ്റർ ഞാൻ ഉദ്ദേശിക്കുന്നത് മാസ്സായിട്ടുള്ള ഒരു ക്രൗഡിൽ നിന്നും മാറി കുറേ കൂടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ആംഗിളിലാണ് അത്തരം സിനിമകൾ ചെയ്യാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ് ആ സിനിമയോടുള്ള അപ്രോച്ചും മറ്റ് 5 സിനിമകൾ, മാസ് സിനിമകൾ ഞാൻ ചെയ്ത അപ്രോച്ചും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. കാരണം ഒരു കസിൻസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ ഒരു ആംഗിളിനെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. ഇതിന് ഇക്വേഷൻ എന്ത് ചെയ്യാം, ഇവിടെ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ എന്ത് ചെയ്യാം, ഇതിന് കളർ ഉണ്ടാക്കാൻ എന്ത് ചെയ്യാം, ഇതിന് വലിപ്പമുണ്ടാക്കാൻ എന്ത് ചെയ്യാം, അതൊക്കെയാണ് ചിന്തിക്കുക. മറ്റൊരു സൈഡിൽ ചിന്തിക്കുമ്പോൾ ഞാൻ എന്നെ എന്താണ് തൃപ്തിപ്പെടുത്തുന്നത്, എനിക്കെന്താണ് ഇഷ്ടമായി തോന്നുന്നത്, ആ പെർഫോമൻസ് എനിക്കിഷ്ടമാണോ, ആ ലൈറ്റിംഗ് എനിക്കിഷ്ടമാണോ, അത് രണ്ട് വഴിയിൽ ചിന്തിക്കുന്ന ചിത്രങ്ങളാണ്. കൂടുതൽ റിസ്ക്കും ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് മാസ് കൊമേഴ്സ്യൽ സിനിമകൾ ചെയ്യാനാണ്. കാരണം അതിന് ഉത്തരവാദിത്വം കൂടുതൽ, ക്രൗഡ് വരണം അല്ലെങ്കിൽ ക്രൗഡിന് ഇഷ്ടമാകണം എന്ന് പറയുന്ന ഒരു വലിയ ടാർഗറ്റ് വല്ലാതെ ഉത്തരവാദിത്വം കൂടുതലുണ്ടാക്കുകയും സ്ട്രെയിൻ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തിയേറ്ററുകൾ നിറഞ്ഞ് ഒരു ഉത്സവം പോലെ ആകുമ്പോൾ ആ ഒരു സ്ട്രെയിനൊക്കെ നമ്മൾ മറന്ന് അത് ഹാപ്പി ആയിട്ട് മാറും. അതിൻ്റെ കൃത്യമായ ബഡ്ജറ്റ് ഈക്വലൻറ്റ് ടു 1 കോടി രൂപയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കണക്ക് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് വരേണ്ടതാണ്. കാരണം ഒരു 60-65 ലക്ഷം രൂപയോളം അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സിന് വേണ്ടിയിട്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ അതിൻ്റെ ഡെയിലി എക്സ്പെൻസുകളും മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായും വരേണ്ടതാണ്. അത് പക്ഷേ അങ്ങനെ ഫോഴ്സ്ഫുള്ളി 1 കോടി രൂപയ്ക്ക് പാട്ടെടുക്കണമെന്ന് പറയുന്ന ഒരു ആംഗിളും അതിനില്ലായിരുന്നു. കാരണം ഒരു ആഘോഷ സിനിമയിൽ പ്രത്യേകിച്ചും കുറച്ച് ഫാൻറ്റസിക് ആയിട്ടുള്ള ലാർജർ ദാൻ ലൈഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലുള്ള ഒരു കൊട്ടാരത്തിലെ ഒരു ഉത്സവം ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റേതായ പശ്ചാത്തലം ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. ഇപ്പം നമ്മളല്ലാത്ത ഇഷ്ടംപോലെ ഉത്സവ പാട്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിൽ നിന്നും ഒരു കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു റോയൽറ്റി, രാജകീയത ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പശ്ചാത്തലങ്ങൾ ഒരുക്കി വന്നപ്പോൾ അങ്ങനെ ഒരു ഹെവി ആൻഡ് ബഡ്ജറ്റായി പോയതാണ്. അതൊരു കുറവായിട്ട് ഞാൻ കാണുന്നില്ല, അതൊരു അഹങ്കാരമായിട്ടും ഞാൻ കാണുന്നില്ല. അത് ആ സിനിമയുടെ ആവശ്യം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. സിനിമയ്ക്ക് എല്ലാ കാലത്തും ഇക്വേഷൻസ് മാറിക്കൊണ്ടിരിക്കും എന്ന് വെച്ചിട്ട് എപ്പോഴും സൂപ്പർ താരങ്ങളുടെ ഇൻഫ്ലുവൻസ് തിയേറ്ററുകളിൽ അങ്ങനെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകർക്കിടയിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ട്. ഈ പല സാഹചര്യങ്ങൾ കൊണ്ട് ഫെസ്റ്റിവൽ സീസണുകളിൽ അവരുടെ സിനിമകൾ വരാതെ പോവുകയോ മറ്റ് സിനിമകൾ വരികയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു ചെറിയ ചർച്ചകൾ, മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു വിശ്വാസത്തിൽ സൂപ്പർ താരങ്ങളുടെ മാസ് സിനിമയോളം തിയേറ്ററെ ഇളക്കി മറിക്കാൻ വേറൊന്നിനും കഴിയില്ല. അതെൻ്റെ ഉറച്ച വിശ്വാസമാണ്. കാരണം ഞാനിതിലെ എല്ലാ ജോണറിലും പെട്ട സിനിമകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം അത് എപ്പോഴും ഒരു എക്സ്ട്രീം താരമാണെങ്കിൽ, ഒരു സൂപ്പർ താരമാണെങ്കിൽ തിയേറ്ററുകളുടെ ഒരു കോളിളക്കം തന്നെ, തിയേറ്ററിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു തരംഗമുണ്ടാക്കാൻ ഒരു മാസ് സിനിമയ്ക്ക് കഴിയും. ആക്ച്വലി ഞാൻ അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പുലിമുരുകൻ എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരു ലാലേട്ടൻ എന്ന് പറയുന്ന അസാധാരണമായ നടന വൈഭവമുള്ള നടൻ്റെ, അതിനും അപ്പുറത്ത് വളരെ വളരെ ഡീപ്പായി പ്രേക്ഷക മനസ്സിൽ ആരാധനയ്ക്കിടം പിടിച്ച ഒരു താരത്തിൻ്റെ ഒരു എക്സ്ട്രീം മാസ് സിനിമയായിരിക്കും എന്ന് പറയുന്ന വിശ്വാസം എനിക്കുണ്ട്.
ആക്ച്വലി അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്.